തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയുടെ കാരണം എന്തെന്ന് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ഒരു ആശയ സംവാദം നടത്തി മനസ്സിലാക്കി തിരുത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. സുധാകരൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ആലപ്പുഴയിലുള്ളത്. സുധാകരൻ പഠിപ്പിച്ചത് പാർട്ടിയെ ഉയർത്തിപ്പിടിക്കാനാണെന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. കേരളത്തിലെ വികസനം ജനങ്ങളുടെ ജീവിത അനുഭവമാണ്. UDF വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കുന്നുവെന്നും ടി പി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ടി പി രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ പ്രകടനങ്ങൾ, വലിയ പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണതോതിൽ സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ സംഘടനാപരമായ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ ജനങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി തെരുവിലിറങ്ങിയിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ അന്തരീക്ഷം കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്രത്തോളം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ജനങ്ങളുമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു PR ഏജൻസിയെ വെച്ച് പരിശോധിക്കല്ല. ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുമായിട്ട് ആശയ സംവാദം നടത്തി. എന്താണ് കാരണം? ഒരാൾ പോലും ഗവൺമെൻറ്റിനെതിരായ വികാരം പ്രകടിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ നുണ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് UDF നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വസ്തുത ജനങ്ങൾ ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ നുണകളെയും കളവിനെയും ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റുക തന്നെ ചെയ്യും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വലിയ വികസന പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് നമ്മൾ മുൻപോട്ട് വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും, എന്താ സംശയം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലം വൻകിട വികസന പദ്ധതികൾ, ജനക്ഷേമ നടപടികൾ സമാനതകളില്ലാത്ത നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ്. ആ ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. UDF ആണെങ്കിൽ വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഈ ജി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവരുടെ നിലപാട് വ്യക്തമാക്കി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ഘട്ടം, അത് തെരഞ്ഞെടുപ്പിനെ ഏത് നിലയിൽ സ്വാധീനിക്കുമെന്ന്? പ്രതികൂലമായി ബാധിക്കില്ല. ജി സുധാകരനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആലപ്പുഴ ജില്ലാ പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ശരിയായിട്ടുള്ള നിലപാട്. ഒരിക്കലും അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്വാധീനത്തെയോ CPMന്റെ സംഘടനാശേഷിയെയോ അത് ബാധിക്കുന്ന പ്രശ്നമില്ല. സുധാകരൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ആലപ്പുഴയിലുള്ളത്. ജനങ്ങളുടെ വികാരപ്രകടനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. സുധാകരൻ തന്നെ പഠിപ്പിച്ചത് പാർട്ടിയെ ഉയർത്തിപ്പിടിക്കാനാണ്. അതുകൊണ്ട് പാർട്ടിയാണ് അവിടെ എല്ലാ കാര്യത്തിലും മുൻകൈ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് സുധാകരൻ സ്വീകരിക്കുന്ന നിലപാടുകൾ ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കില്ല എന്നുള്ളത് പാർട്ടിയെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് അവിടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അത് സുധാകരൻ മനസ്സിലാക്കും എന്നാണ് ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്.